ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. ഇറാനിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നത്? ഇറാനിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വലിയ ജനകീയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. രാജ്യത്തിൻ്റെ പല നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ റോഡിലിറങ്ങി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. ആദ്യത്തിൽ ഇത് ആരംഭിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമായിരുന്നു. ഇപ്പോൾ വിലക്കയറ്റം, ജോലിയില്ലായ്മ, പണത്തിൻ്റെ മൂല്യം കുറയുകയും ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. ഇറാനിലെ പ്രക്ഷോഭം ശക്തമായപ്പോൾ സർക്കാർ സുരക്ഷാ സേനയെ ഇറക്കി. പല സ്ഥലങ്ങളിലും പോലീസും സൈന്യവും എന്നിവരും ചേർന്ന് പ്രതിഷേധക്കാരെ ശക്തമായി അടിച്ചമർത്തി. റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്: നിരവധി പേർ അതിൽ അറസ്റ്റിലാവുകയും ചിലർക്ക് പരിക്കുകൾ പറ്റുകയും ചില പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് പോലും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇറാനിലെ ഈ സംഭവങ്ങളെ ലോകരാജ്യങ്ങൾ ശക്തമായി വിമർശിക്കുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇറാനെതിരെ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത് എന്ന പ്രധാന ആരോപണം. ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് സാധാരണ അവിടുത്തെ മനുഷ്യന്മാരാണ്. ഭക്ഷണ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നു. പെട്രോൾ, ഗ്യാസ് എല്ലാം പ്രശ്നത്തിലാണിപ്പോൾ. ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ വേണമെന്നാണ്. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, ഇത് വലിയൊരു മനുഷ്യ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.